നിങ്ങൾ രാമായണ പാർട്ട് 1 ടീസർ കണ്ടോ? അത് മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ളത് ചുരുക്കം ചില ഇംഗ്ലീഷ് സിനിമകളാണ്. അതിന്റെ തുടക്കം പണ്ട് കിരൺ ടിവിയിൽ ഇംഗ്ലീഷ് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്ത് വരുമായിരുന്നു, വൈകുന്നേരം 7:30 മണിക്ക്. സോ അങ്ങനെ കണ്ടൊരു ചിത്രമായിരുന്നു ടെർമിനേറ്റർ 2, അതായത് ടെർമിനേറ്റർ സീരീസിലെ രണ്ടാമത്തെ ചിത്രം. 1990കളിൽ ഇറങ്ങിയ ഒരു ചിത്രമായിരുന്നു അത്. അപ്പൊ പിൽക്കാലത്ത് 2010 ശേഷമൊക്കെ വന്ന വമ്പൻ ഇന്ത്യൻ സിനിമകൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും കരുതാറുണ്ട്, എന്തുകൊണ്ട് 1991 പുറത്തിറങ്ങിയ ഒരു വിഷ്വൽ എഫക്ട്സ് ക്വാളിറ്റി പോലും ഇന്നിറങ്ങുന്ന ഇന്ത്യൻ സിനിമയിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന്. ഇതിനാകെയുള്ള ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഷാറൂഖിന്റെ റാവൺ ആയിരുന്നു. അതിലെ VFX പരിപാടിയൊക്കെ നീറ്റ് ആയിരുന്നു. എന്നാൽ അതിനുശേഷം ഈ രാമായൺ ടീസർ വരെ അതീവ VFXോട് കൂടി ഒരുപാട് ഇന്ത്യൻ സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും 35 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു ഹോളിവുഡ് സിനിമയുടെ ക്വാളിറ്റി കിട്ടുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഒടുക്കം ഞാൻ തന്നെ ഒരു ഉത്തരം കണ്ടെത്തിയിരുന്നു: സിനിമയുടെ ബഡ്ജറ്റ്. ഹോളിവുഡിൽ അവർ ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന തുക ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യൻ സിനിമയ്ക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്നുള്ളത് കൊണ്ടാവാമെന്ന്. പക്ഷെ ഇനിയാണ് പ്രശ്നം. ഈ രാമായൺ ഫ്രാഞ്ചൈസിന്റെ ബജറ്റായി അവർ തന്നെ പറയുന്നത് 4000 കോടിക്കും മേലെയാണ്. എന്ന് വെച്ചാൽ ഏകദേശം $500 മില്യൺ. ഇനി നമ്മൾ ഒരു കോസ്റ്റ്ലിയസ്റ്റ് ഹോളിവുഡ് മൂവിയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നോക്കിയാൽ അതോടെ ആവറേജ് $400 മില്യൺ ആണ്. എന്ന് വെച്ചാൽ ഒരു വമ്പൻ ഹോളിവുഡ് മെഗാ പ്രൊജക്ടിനേക്കാളും ബഡ്ജറ്റാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇറക്കുന്നതായി അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ വിഷ്വൽ എഫക്ട്സ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്? ഇപ്പോഴും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയോ? എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ 10-1 താഴെ മാത്രം ബഡ്ജറ്റിലെടുത്ത ബാഹുബലി നമുക്ക് തോന്നിപ്പിച്ച ആ ഒരു ഗ്രാൻഡിയറും ആ ഒരു എഫക്റ്റും ഈ ഒരു ടീസറിന് തരാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു ഹോളിവുഡ് ലെവൽ ക്വാളിറ്റിയുള്ള സംഗതികൾ കിട്ടാത്തതെന്ന എന്റെ വാദവും പൊളിഞ്ഞു. ഇനി ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രൊഡ്യൂസറാണ് ഈ സിനിമയ്ക്ക് വേണ്ടി 4000 കോടി ചെലവിടുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഇതിന്റെ ടൈറ്റിൽ പോലും പുള്ളിയുടെ പേരിനോടൊപ്പമാണ് ചേർത്തിരിക്കുന്നത്, അതായത് നമിത് മൽഹോത്രാസ് രാമായണ. അപ്പൊ ഒരു സിനിമയുടെ സ്ക്രീനിൽ കാണിക്കുന്ന ടൈറ്റിലിന് മേലെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് എഴുതി കാണിക്കുന്നത് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്, അതായത് ധർമ്മ പ്രൊഡക്ഷൻസ്, ജിയോ സ്റ്റുഡിയോസ് എന്നൊക്കെ. പക്ഷെ ഇതിൽ അവിടെ മാത്രമല്ല, യൂട്യൂബ് വീഡിയോ ടൈറ്റിലിനും കൊടുത്തിരിക്കുന്നത് നമിത് മൽഹോത്രാസ് രാമായണ എന്നാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി പുള്ളി ഒരുപാട് പൈസയുള്ള ഏതെങ്കിലും ഒരു അല്പനായിരിക്കുമെന്ന്. പക്ഷെ ഇനിയാണ് ട്വിസ്റ്റ്. ഇങ്ങനെ ഒരു പേര് ഇതിന് മുൻപ് കേട്ടിട്ടില്ലല്ലോ, ഇതാരാ പുള്ളി എന്ന് അടിച്ചു നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഹി ഈസ് ആക്ച്വലി എ ടോപ്പ് ടയർ VFX സ്പെഷ്യലിസ്റ്റ്. അതും എവിടെ? ഇന്ത്യൻ സിനിമയിലല്ല, അങ്ങ് ഹോളിവുഡിൽ. 8 തവണ അക്കാഡമി അവാർഡ് വിന്നർ ഫോർ VFX. അപ്പൊ ഇത്രയും വലിയൊരാള് പുറകിൽ ഉണ്ടായിട്ടാണോ അയാളുടെ തന്നെ ഏരിയയിൽ ഈ ടീസർ വീക്കായി പോയത്? ദാറ്റ്സ് അൺബിലീവബിൾ. അപ്പൊ ഈ ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമന്റ് ചെയ്യുക. ഇതിലെ വിഷ്വൽ എഫക്ട്സ് നിങ്ങൾക്ക് കൺവിൻസിംഗ് ആയിരുന്നോ?